وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദിവസങ്ങളിലായി നമ്മുടെ നാട്ടുമായി ബന്ധപ്പെട്ട 1-2 വാർത്തകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പത്രത്തിൽ വായിച്ചു. ആ വായനയിൽ വന്ന ഭാഗം 2 പണമിടപാട് സ്ഥാപനങ്ങൾ പൂട്ടി. രാവിലെ അതിലെ ജീവനക്കാർ വന്നപ്പോഴാണ് സ്ഥാപനം പൂട്ടിയതായി കണ്ടത്. അതിൽ പണം നിക്ഷേപിച്ച ഒരുപാട് ആളുകൾ അവർ ഒന്നിച്ച് കേസുകൾക്ക് പോവുകയും എന്നാൽ അതിനൊരു ഫലം കാണാത്തൊരവസ്ഥ കാണുകയും ചെയ്യുന്നു തുടങ്ങിയ പത്രവാർത്തകൾ കഴിഞ്ഞൊരു 3 ദിവസമായി നമ്മുടെ പരിസരങ്ങളിലടക്കം നമ്മൾ വായിച്ചു. നമ്മുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഒരു ആയുഷ്കാലത്തിനിടയിൽ പണം നിക്ഷേപിച്ച് അതിൽ വഞ്ചിതരാകുന്ന 100-ലധികം സംഭവങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ അനുഭവത്തിലുണ്ടാകും, നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ പെട്ടിട്ടുമുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സുപരിചിതമായ വാക്ക് നമ്മൾക്ക് ഹൃദ്യസ്ഥമാണ്, നമുക്കൊക്കെ അറിയുന്നൊരു വാക്കാണ്. അതിന്റെ മലയാളം അറിയും. റസൂലുള്ളാഹിന്റെ വാക്ക് ഇങ്ങനെയാണ്: ലാ യുദ്ലഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മറത്തൈൻ. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു മാളത്തിൽ നിന്നു തന്നെ 2 തവണ കടികൊള്ളുകയില്ല. ഇതിന്റെ മലയാളം നമുക്കറിയാം. പക്ഷേ സാമ്പത്തികമായ ഈ വിഷയത്തിൽ നമ്മുടെ അറിവ് പരിശോധിക്കുകയാണെങ്കിൽ 10, 20, 100 തവണ കടികൊണ്ടിട്ടും വീണ്ടും അതേ മാളങ്ങളിലേക്ക് തന്നെ കയ്യും കാലും ശരീരവും വെച്ചുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമാണ്. നമ്മുടെ ജില്ല മാത്രമെടുത്താൽ എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ ഇന്നും നാട് വിട്ട് എവിടെയാണ് എന്ന് പോലും അറിയാതെ പോയവരുണ്ട്. ചിലർ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത വിധം അപമാനം കൊണ്ട് പോയവരാണ്. മറ്റു ചിലർ നാട്ടുകാരുടെ പണവുമായി മുങ്ങിയവരാണ്. എത്ര സഹോദരിമാർ ആത്മഹത്യ ചെയ്തെന്ന്. കാരണം ഭർത്താവ് പോലും അറിയാതെ കുടുംബത്തിന് വേണ്ടി തന്റെ സമ്പത്തോ തന്റെ ആഭരണങ്ങളോ വീട്ടിലേക്ക് കോട്ടുമിട്ട് വന്ന ആൾക്ക് കൊടുത്തതാണ്. സഹോദരിയുടെ മനസ്സിൽ നല്ല ഉദ്ദേശമാണ്. ഇക്കാക്ക വരുമ്പോഴേക്കും, മക്കൾ വലുതാകുമ്പോഴേക്കും ഇതൊന്ന് ഇരട്ടിച്ച് കാണണം, ഒന്ന് സമ്പത്ത് വർദ്ധിച്ചു കാണണം, കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന സതുദ്ദേശം കൊണ്ടാണ്. പക്ഷേ പറ്റിക്കപ്പെട്ടു. തന്റെ സമ്പത്ത് കാക്ക പോലും അറിയാതെയാണ് കൊടുത്തത് എന്ന് കുടുംബം അറിഞ്ഞാൽ താൻ അപമാനിതയാകും എന്ന് അറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത സഹോദരിമാരുണ്ട്. കുടുംബത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്ന് ഒരൊറ്റ അപകടത്തിലോ ഇതുപോലെയുള്ള ചൂഷണത്തിനോ വിധേയമായി ഒരാൾക്ക് പോലും വിലയില്ലാത്ത രൂപത്തിൽ താഴ്ന്ന ആളുകളുണ്ട്. പലർക്കും വേണ്ടി മധ്യസ്ഥനായി നിന്ന് അവസാനം പറ്റിക്കപ്പെട്ട് തന്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഗൾഫ് നാടുകളിൽ പോയി ഇവർ താൻ വഴി നൽകിയ സമ്പത്ത് അത് നഷ്ടപ്പെട്ടത് വീട്ടിക്കൊണ്ടേയിരിക്കുന്ന എത്രയോ സാധു മനുഷ്യരുണ്ട്. സഹോദരങ്ങളെ, ഇത് ഓരോ വർഷവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്നിട്ടും എങ്ങനെയാണ് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന വിശ്വാസികളായ നമ്മളും നമ്മുടെ കുടുംബവും ഇത്തരം കാര്യങ്ങളിൽ
ഉൾപ്പെട്ടു പോകുന്നു എന്ന സങ്കടകരമായ കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ കുരുക്കുകളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പെട്ടുപോകുന്നു എന്നത് സത്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പോലെ പണത്തോടുള്ള ആർത്തിയാണ്, അങ്ങേയറ്റത്തെ ആർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമ്മൾക്കറിയാമല്ലോ. പ്രവാചകൻ ആ ആർത്തിയെ പറ്റി പറയട്ടെ, നമ്മുടെ ആർത്തിയെ പറ്റി. ആണിന്റെയും പെണ്ണിന്റെയും യുവാക്കളുടെയും യുവതികളുടെയും നമ്മുടെയും ആർത്തി. ലൗകാന ഇബ്ന ആദമ വാദിയാനി മിൻ മാലിൻ. നമ്മൾ പടച്ചോനോട് പ്രാർത്ഥിച്ച് അല്ലാഹു 2 മല നിറച്ച് പൈസ തരികയാണ്. നമ്മൾ പുറത്തേക്ക് കാണുന്ന 2 കുന്നല്ല, 2 മല നിറച്ച് പൈസ തരികയാണ്. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് ലബ്തഗാ സാലിസൻ, 2 കിട്ടിയാൽ അവൻ 3ാമത്തെ ഒരു മല കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. വലാ യംലഉ ജൗഫ ഇബ്ന ആദമ ഇല്ല തുറാബ്. അവനവന്റെ വായിലേക്ക് മണ്ണ് വീഴുന്നത് വരെ, മരിക്കുന്നത് വരെ, ഖബർ കിടക്കുന്നത് വരെ ഈ ആർത്തി അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തത്, അറ്റമില്ലാത്ത ആർത്തി, കിട്ടിയാലും മതിയാകാത്ത മനുഷ്യന്റെ മനസ്സിന്റെ ആർത്തി. രണ്ടാമത്തേത്, എങ്ങനെയെങ്കിലും അധ്വാനിക്കാതെ ചുളുവിൽ പണമുണ്ടാക്കാനുള്ള പൈശാചികമായ പ്രേരണയിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കുടുങ്ങുക. അതിന് പറ്റിയ ഏതെങ്കിലും ഒരു ടീം വന്നാൽ നമ്മൾ അതിൽ വീഴുക. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാനെന്തേ അറിയാൻ വൈകിയത്? അധ്വാനിക്കാതെയുള്ള പണത്തിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിന്റെ ത്വര. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരു കാലഘട്ടം വരെ പിടിച്ചു നിന്നവരും പിന്നീട് കാണാം ഇത്തരം ചതിക്കുഴികളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്നു. സമ്പത്ത് നഷ്ടമാകുന്നു, വീട് നഷ്ടമാകുന്നു, അഭിമാനം നഷ്ടമാകുന്നു, നാടുവിടേണ്ടി വരുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇവിടെ വിശ്വാസികളായ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട 1-2 പാഠങ്ങളുണ്ട്. നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ, നമ്മുടെ വീട്ടിൽ അതിന്റെ പേരിൽ സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ, നമ്മൾ 10-20 കൊല്ലം അധ്വാനിച്ച സമ്പത്ത് ഏതെങ്കിലും ചതിയന്മാരുടെ കൈകളിൽ കൊടുത്ത് അപമാനിതനായി മക്കളുടെ മുന്നിൽ പോലും തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അപമാനത്തിന്റെ സ്ഥിതിവിശേഷം വരാതിരിക്കാൻ നമ്മൾ അറിയേണ്ട, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ. സഹോദരങ്ങളെ, ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ സമ്പത്ത് മറ്റുള്ള ആളുകളെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഷെയർ ചേരുമ്പോഴാണ്. വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാകാം, പക്ഷേ നമ്മുടെ സമ്പത്ത് കൊണ്ടാകാം, ശരീരം കൊണ്ടാകാം. നമ്മൾ ഒരു മേഖലയിലേക്ക് നമ്മൾ പാർട്ണറായി ചേരുന്നു, നമ്മുടെ സമ്പത്ത് അതിൽ നിക്ഷേപിക്കുന്നു. ഇസ്ലാം അതിനെ പറയുന്ന വാക്ക് മുഖാറബ എന്നാണ്. അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് മുഖാറബയായിരുന്നു. ഒരാളുടെ അധ്വാനവും മറ്റൊരാളുടെ പണവും. അത് വേണമെങ്കിൽ ഒരാളുടെ പണത്തിന്റെ കൂടെ നമ്മുടെ പണവും അതിൽ ഉൾപ്പെടുക എന്നതും ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ നമ്മൾക്ക് ഹലാലാകണമെങ്കിൽ, ശരിക്കും ഉമ്മമാരടക്കം കേൾക്കാനാണ്, നമ്മുടെ സമ്പത്ത് ഒരു ഷെയറിൽ നമ്മൾ ചേരുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ സമ്പത്തോ പണ്ടമോ പറമ്പോ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ വരുമാനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ഹലാലാകണമെങ്കിൽ 4 കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ആ 4 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം ചേരണമോ ചേരണ്ടയോ എന്ന്. അതിലൊന്നാമത്തേത് ഹലാലായ മാർഗത്തിലാകണം. രണ്ടാമത്തേത് ലാഭനഷ്ടങ്ങളിൽ നമ്മൾക്ക് പങ്കുണ്ടാകണം. മൂന്നാമത്തേത് കൃത്യമായ തുക ഇന്ന ലാഭമാണ് എന്ന് ക്ലിപ്തപ്പെടുത്താൻ പാടില്ല. നാലാമത്തേത് വ്യക്തമായി അറിയണം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും. സഹോദരങ്ങളെ, ഒന്നാമത്തതിൽ ഹലാലായ മാർഗത്തിലാകണം നമ്മുടെ സമ്പത്ത് നമ്മൾ ചിലവഴിക്കേണ്ടത്. അഥവാ നാട്ടിലൊരു കച്ചവടം നടക്കുന്നു, ഒരു സാമ്പത്തികമായ ആളുകളിൽ നിന്ന് ഷെയർ ചോദിക്കുന്നു. ആ ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാം അനുവദിച്ച മാർഗത്തിലാകണം. അത് അള്ളാഹു നിരോധിച്ചതാകരുത്. കള്ളിന് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല, പലിശക്ക് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല, അതേപോലെ വ്യഭിചാരത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല, സ്വർണ്ണക്കടത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല, കള്ളക്കടത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല. ആളുകളെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന,
സാധുക്കളായ മനുഷ്യന്മാർക്ക് കണക്കറിയാത്ത ആളുകളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നാണ്. അതാണ് ആ ബിസിനസിന്റെ രത്നച്ചുരുക്കമെങ്കിൽ അതിൽ നമ്മുടെ സമ്പത്ത് നിക്ഷേപിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ലഹ്മു നബത മിൻ സുഹത്തിൻ അന്നാർ ഔലാ ബിഹി, ഒരാളുടെ സമ്പത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ധനം കടന്നു വന്നു, അഥവാ അള്ളാഹു നിരോധിച്ച മാർഗത്തിലാണ് നമ്മൾ സമ്പത്തിൽ ഷെയർ കൂടിയതെങ്കിൽ, പടച്ചോ നിരോധിച്ച മാർഗം, ഉദാഹരണം വിഗ്രഹ കച്ചവടം നടക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞു, വിഗ്രഹ കച്ചവടത്തിൽ മുസ്ലിമിന്റെ പൈസ ഉണ്ടാകാൻ പാടില്ല, ചതിയിൽ വിശ്വാസിയുടെ പൈസ ഉണ്ടാകാൻ പാടില്ല, ആളുകളെ പറ്റിക്കുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. നേർക്ക് നേരെ നിരോധിച്ച വ്യഭിചാരത്തിലോ കള്ളിലോ പലിശയിലോ ഒരേർപ്പാടിലും നമ്മളുടെ വരുമാനമുണ്ടാകാൻ പാടില്ല. എനിക്കൊരു റൂമുണ്ട്, അത് ഞാൻ കള്ളി ഷാപ്പിന് കൊടുക്കാൻ പാടില്ല. എനിക്കൊരു റൂമുണ്ട്, അത് ഞാൻ വ്യഭിചാരശാലയാക്കി ഉപയോഗിക്കാൻ പാടില്ല. എനിക്കൊരു റൂമുണ്ട്, അത് അവിടെ ആളുകൾക്ക് ഷീട്ട് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. എനിക്കതിന്റെ വരുമാനം മതി എന്ന് പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് ചേരുന്ന ഏർപ്പാട് അള്ളാഹു ഹലാലാക്കിയതാകണം. ഖുർആനിന്റെ വാക്ക്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ, നിങ്ങൾ കഴിക്കുന്നത് ഹലാലുമാകണം ത്വയ്യിബുമാകണം. ഹലാലാകണം ഒന്നാമത്തെ നിബന്ധനയാണ്. ചേരുന്ന വിഷയം അല്ലാഹ് അനുവദിച്ചതാകണം. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക്, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ പാത നിങ്ങൾ പിന്തുടരരുത്. ആളുകൾ പറയും, അങ്ങനെ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റുക, അതൊക്കെ ഈ കാലത്ത് നോക്കാൻ പറ്റുമോ? എടാ, ഇങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് പൈസക്കാരനാകാൻ പാടില്ല, പണക്കാരനാകണം എന്ന മനസ്സിന്റെ ചിന്താഗതിയിൽ നിന്നാണ് പണക്കാരനാവുക എന്ന മോട്ടിവേഷന്റെ ക്ലിപ്പൊക്കെ അയച്ചെന്നിട്ട് നമ്മളെ ഹറാമിലേക്ക് ചേർക്കുമ്പം അള്ളാന്റെ വാക്ക്, പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെടുവാനും ഹലാലായ ഏത് മേഖലയിലും ഇസ്ലാം അനുവദിച്ച മാർഗത്തിൽ നിങ്ങൾക്ക് ഷെയർ ചേരുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്യാം. പക്ഷെ ശൈത്വാന്റെ പാത നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവുൻ മുബീൻ, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ശത്രു, നരകത്തേക്ക് എത്തിക്കും. അപ്പൊ ഒന്ന്, ഹലാലായ ബിസിനസ് ആകണം, ഫസ്റ്റ് കണ്ടീഷനാണ്. രണ്ടാമത്തേത്, ആ ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങളിൽ നമുക്ക് പങ്കുണ്ടാകണം. ഇത് വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. എന്താണ് ഖുർആൻ പറഞ്ഞല്ലോ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം ഇസ്ലാമിൽ ഹലാലാക്കി പലിശ ഹറാമാക്കി. എന്തുകൊണ്ടാണ് കച്ചവടവും പലിശയും അള്ളാഹു വേർതിരിച്ചു പറഞ്ഞത്? ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതിൽ ഒന്നെന്താ അറിയോ? കച്ചവടമാണെങ്കിൽ അതിൽ പണം ചെലവഴിക്കുന്നവന് അവന്റെ മൂലധനത്തിന്, അവൻ നിക്ഷേപിക്കുന്ന പൈസക്ക്, അവൻ ഷെയർ ചെയ്യുന്ന പൈസക്ക് അതിന് ലാഭവും ഉണ്ടാകാം നഷ്ടവും ഉണ്ടാകാം. എന്നാൽ പലിശ, അതിൽ ഞാൻ നിക്ഷേപിക്കുന്ന പൈസക്ക് ഒന്നും പറ്റൂല. അല്ലാഹ് പറഞ്ഞു, അതാണ് പലിശ, അതാണ് ഹറാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് നമ്മുടെ അള്ളാഹുവിന്റെ നിർദ്ദേശം. ഇവിടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ, കടയിൽ, സ്വർണ്ണക്കടയിൽ, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോറിയുടെ ഏർപ്പാടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളുടെ കച്ചവടത്തിൽ, എന്തൊക്കെയാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഷെയറായി കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഹലാലാക്കിയതാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിലെ കണ്ടീഷൻ എന്താ അറിയും? ലാഭമുണ്ടെങ്കിലും നട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്ര ശതമാനം കിട്ടണം. രണ്ട്, അത് പൊളിഞ്ഞാൽ ഞാൻ എത്രയാണോ നിക്ഷേപിച്ചത് ആ പൈസ എനിക്ക് തിരിച്ചു തരണം. അയിമക്കൊന്നും എടുക്കാൻ പാടില്ല. നിങ്ങൾ കച്ചവടം നടത്തി പൊട്ടി പൂട്ടി, പക്ഷെ ഇന്റെ 10 ലക്ഷം എനിക്ക് കിട്ടണം. നിങ്ങളുടെ ബിസിനസ് നന്നായി വളർന്നു, ആ 10 ലക്ഷം അവിടെ ഒന്നോട്ടെ, വേണമെങ്കിൽ ഒരു 10 ലക്ഷം കൂടി തരാം. പക്ഷെ നിങ്ങളുടെ ബിസിനസ് തകർന്നു തരിപ്പണമായി നിങ്ങൾ കുത്തുവാളെടുത്താലും എനിക്ക് മാസം മാസം കിട്ടുന്നത് താൽക്കാലികമായി അത് പൊളിഞ്ഞാൽ നിൽക്കുമെങ്കിലും എന്റെ മൂലധനത്തിന്, ഞാൻ തന്ന സ്വർണത്തിന്, ഞാൻ എഗ്രിമെന്റ് ചെയ്ത എന്റെ പറമ്പിന് അതിനൊന്നും പറ്റാൻ പറ്റൂല. അതിനാണ് പച്ച പലിശ എന്ന് പറയാം. അതിനാണ് പലിശ എന്ന് പറയാം. മൂലധനത്തിൽ കച്ചവടാണെങ്കിൽ അതിൽ ലാഭനഷ്ടത്തിൽ പങ്കാളികൾക്ക് ഇസ്ലാമികമായി പങ്കാളിക്കൽ ഇടപെടേണ്ടി വരും. പങ്കാളിക്ക് അതിന്റെ ഭാഗമാകേണ്ടി വരും. പ്രവാചകന്റെ വാക്കെന്തറിയോ? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അൽ ഗുൻമു ബിൽ ഗുർമി, ലാഭത്തിൽ പങ്കാളിയാകുന്നവന് നഷ്ടത്തിലും പങ്കാളിത്തം ഉണ്ടാകണം. അതാണ് ഇസ്ലാമികമായ കച്ചവടം. അപ്പോഴാ കച്ചവടാകുക. മറ്റത് പലിശല്ല കൂട്ടരെ.
മറ്റത് പലിശല്ലേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സഹോദരിമാരുടെ അടുക്കലേക്ക് പോയിട്ട് ഈ പറഞ്ഞ നിയമപ്രകാരം നിങ്ങൾ കച്ചവടത്തിൽ ചേരാനുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിലത്തെ 5% ആൾക്കാർ ചേരൂല. 5%. എന്ത്? നമ്മൾ ഒന്നിച്ച് ബിസ്മിൻ ചൊല്ലി കച്ചവടം നടത്തുന്നു, നിങ്ങളുടെ ഷെയർ ഇത്രല്ലേ, അത് ഇൻഷാ അല്ലാഹ് ഇതനുസരിച്ച് ഇത്ര ശതമാനം തരുന്നു. ലാഭമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് വർധനവുണ്ടാകും, നഷ്ടമായാൽ അതിനനുസരിച്ച് കുറവുണ്ടാകും. ഇനി അഥവാ പൂട്ടിയാൽ എനിക്ക് സമ്പത്ത് എന്റെ മൂലധനത്തിന് നഷ്ടം പറ്റിയ പോലെ നിങ്ങളുടെ മൂലധനത്തിന് നഷ്ടം പറ്റും. അഥവാ നിങ്ങൾ 20 ലക്ഷമാണ് തന്നതെങ്കിൽ ചിലപ്പം അത് പൊളിഞ്ഞാൽ 3 ലക്ഷമേ തിരിച്ചു തരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ 0 പൈസയായിരിക്കും തിരിച്ചു തരിക എന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ ചേർന്നതിൽ 5% ആൾക്കാർ ചേരൂല. കാരണം എന്താ അറിയോ? മറ്റത് പേര് മാറ്റിയിട്ട്, പലിശന്റെ പേര് മാറ്റിയിട്ട് പുതിയ സമ്പ്രദായം കൊണ്ടുവരിക, എന്നിട്ട് ലാഭം മാത്രം വാങ്ങുക, നഷ്ടം പറ്റിയാലും മൂലധനം തിരിച്ചെടുക്കുക. അത് മതവിരുദ്ധമാണ്, പലിശയാണ്. ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് സമ്പത്ത് പിൻവലിക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ലാഭനഷ്ടങ്ങളിൽ പങ്കാളിയാകണം, മൂലധനമടക്കം. മൂന്നാമത്തെ കാര്യം, കൃത്യമായ ലാഭത്തിന്റെ തുക എഴുതാൻ പാടില്ല. കൃത്യമായ ലാഭത്തിന്റെ തുക, മറിച്ച് കച്ചവടം നടക്കുന്നതിന്റെ ഇത്ര ലാഭത്തിന്റെ ഇത്ര ശതമാനമാണ് എന്നതാണ് വരേണ്ടത്. ഉദാഹരണം ഞങ്ങൾ ഷോപ്പിംഗ് മാൾ നടത്തുകയാണ്, 20 ലക്ഷം നിങ്ങൾ തന്നാൽ ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നത് വരെ 12,000 വെച്ച് നിങ്ങൾക്ക് തരാ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നത് 6,000 വെച്ചാണ് കിട്ടുക എന്ന 12,000-ഉം 6,000-ഉം എന്ന കണക്ക് ഇസ്ലാമിക വിരുദ്ധമായ കച്ചവടമാണ്. മറിച്ച് ഞങ്ങൾ നടത്തുന്ന സൂപ്പർ മാർക്കറ്റിൽ, ഷോപ്പിംഗ് മാളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട സംഗതികളിൽ, കൺസെഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട സംഗതികളിൽ നിങ്ങൾ പൈസ നിക്ഷേപിച്ചോളൂ. അതിൽ നിങ്ങളുടെ തുകക്കനുസരിച്ച് ഇത്ര ശതമാനമായിരിക്കും ലാഭം. ആ ലാഭം ഒക്ടോബർ മാസത്തിൽ ഇത്രയാണ് വരുമാനം, അതിന്റെ എത്ര ശതമാനം ഇൻഷാ അല്ലാഹ് അത് 11,000 ആണെങ്കിൽ 11,000 കിട്ടും, ചിലപ്പോ 8,000 ആണെങ്കിൽ 8,000 കിട്ടും, ചിലപ്പോ 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷം കിട്ടും. കൃത്യമായ ലാഭം എന്ന കണക്ക് പലിശയുമായി സാമ്യമാണ് ഇസ്ലാമിൽ. നേരത്തെ പത്രത്തിൽ പറഞ്ഞില്ലേ, 2 സ്ഥാപനം ഒരൊറ്റ രാത്രി കൊണ്ട് പൂട്ടി. നമ്മുടെ നാട്ടിലാണ് 2 സ്ഥാപനം, ഒന്ന് ചിട്ടി കമ്പനിയാണ്, മറ്റൊന്ന് ബാങ്കാണ്. 2 സ്ഥാപനം ഒറ്റ രാത്രി, 14 ബ്രാഞ്ചുള്ള സാധനമാണ്. ഒറ്റ രാത്രി. എന്താണതിൽ പറഞ്ഞ വാക്കറിയോ? 1 ലക്ഷം രൂപക്ക് 13,000 രൂപ എല്ലാ വർഷവും ലാഭം കിട്ടുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ സമ്പത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അങ്ങനെ കൃത്യമായി ഇന്നത് എന്നല്ല ഇസ്ലാമിൽ ഷെയർ ചേരുമ്പോൾ ഉണ്ടാണ്ടത്. ലാഭത്തിന്റെ ഇത്ര ശതമാനം, അത് നഷ്ടമാണെങ്കിൽ അതിന്റെ ഇത്ര ശതമാനം പങ്കുവറ്റേണ്ടി വരും. കൃത്യമായി 100 റുപ്യക്ക്. അത് നമ്മുടെ നാട്ടിൽ സ്ഥിരാണ്. 2,000 നിക്ഷേപിച്ചാൽ 250 വീതം കിട്ടും. 1 ലക്ഷം തന്നാൽ 5,000 വീതം കിട്ടും. മെഡിക്കൽ ഷാപ്പുകൾക്ക് 2 ലക്ഷം കൊടുത്താൽ മെഡിക്കൽ ഷാപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ലാഭാകട്ടെ നഷ്ടാകട്ടെ നിങ്ങൾക്ക് 1,500 റുപ്യ വീതം കിട്ടും. അത് തെറ്റാണ്, മതപരമായി ശരിയല്ലാത്ത കച്ചവടാണ്. കൃത്യമായ ലാഭത്തിന്റെ കണക്ക് ശതമാനമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ തന്നെ ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയാവുകയും വേണം. ഇതാണ് 3ാമത്തെ നിബന്ധന. 4ാമത്തെ നിബന്ധന, ഞാൻ ചെയ്യുന്ന, ഞാൻ ചേരുന്ന, ഞാൻ കൊടുക്കുന്ന ബിസിനസിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടാകണം. പ്രവാചകന്റെ വാക്ക് വായിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2024 ഇപ്പോഴത്തെ കച്ചവടം കണ്ടിട്ടാണ് ഈ ഹദീസ് പറഞ്ഞു തോന്നുന്നു. പ്രവാചകന്റെ വാക്ക്, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. പിരിയുന്നതിന് മുമ്പ് 2 കച്ചവടക്കാര് എത്രയായിക്കോട്ടെ, അവർ പിരിയുന്നതിന് മുൻപ് അവർക്ക് ഏകദേശം എല്ലാം ധാരണയിലേക്കാകാം. 30 ലക്ഷത്തിന് അല്ലെങ്കിൽ 3 കോടിന്റെ കച്ചവടം തുടങ്ങുകയാണ്. അവരെത്ര വീതാണെന്ന് അവർക്ക് തീരുമാനിക്കാം. അതിലൊരാൾ പറയാൻ, എടാ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് പൈസ ആകണില്ല. അയാൾക്ക് എഗ്രിമെന്റ് ആകണിന് മുന്നേ പിരിയ ധാരണയാകാം. അടുത്ത വാക്കാട്ടോ, ഫഇൻ സ്വദഖാ, അവർ എല്ലാവരും സത്യസന്ധമായിട്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ, വബയ്യനാ,
ആ കാര്യങ്ങളിൽ അവർ നടത്തുന്ന കച്ചവടത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, എവിടുന്നാണിത് വരുന്നത്, എന്ത് കച്ചവടമാണ് നടത്തുന്നത്, ആരാണിത് എനിക്ക് പൈസ തരുന്നത്, എത്ര ശതമാനമാണ് എനിക്ക് കിട്ടുക, എത്രയാണ് എനിക്ക് നഷ്ടപ്പെടുക, എന്തൊക്കെയാണിത് എന്നതിനെ കുറിച്ച് വ്യക്തതയുണ്ടായാൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അപ്പോഴാണ് അവിടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുക. വ്യക്തത ഉണ്ടാകണം. എന്താ നിങ്ങളെ വ്യക്തത എന്ന് പറഞ്ഞാൽ അതല്പം വിശദീകരിക്കേണ്ട തന്നെയാണ്. വ്യക്തത, ഞാൻ എന്റെ ഒരു 5000 റുപ്യ 1,00,000 കൊടുക്കുമ്പം എനിക്കറിയണം ഈ പൈസ കൊണ്ട് എന്ത് കച്ചവടാണ്. കാരണം അത് ഹറാമായ എന്റെ സമ്പത്ത് ഹറാമാവും. ഇതിലാരൊക്കെ ഉണ്ട്, ഇതിലെന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതെന്റെ ലാഭമാണ് എനിക്ക് കിട്ടണത്, ഇതിന്റെ അവസാനം എന്താണ്. ആ ചർച്ച നമ്മളെയൊക്കെ മാറ്റി. ഇങ്ങോട്ട് എന്താ വിചാരിച്ചോളെ, നേർക്ക് നേരെ പലിശാർന്ന മുസ്ലിം സമുദായം ചേരൂല. എന്നിട്ട് അതിന്റെ പേര് മാറ്റിയിട്ട് വ്യത്യസ്ത രൂപത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരിക, വ്യത്യസ്ത രൂപത്തിൽ വരിക. എന്നിട്ട് ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് നമ്മളെ പൈസ കൊണ്ടുപോകുക. എന്നിട്ട് എടാ അതിന് ചേർന്നോ, അതിനിപ്പോ പുതിയ 2024 ട്രംപ് വന്നതിന് ശേഷം കുതിച്ചു കയറ്റാൻ ശരിയാണ്, നല്ലതിന് ചേരാ. ഇസ്ലാമികമായി ഷെയർ മാർക്കറ്റ് അനുവദനീയമാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എടവണ്ണ അങ്ങാടിയിലെ കച്ചവട പീടിക പോലെ, അങ്ങാടി പോലെ ഓൺലൈനിലെ ബിസിനസ് കേന്ദ്രമാണ്. പക്ഷെ എടവണ്ണങ്ങാടിയിൽ നമ്മൾക്ക് എല്ലാ കച്ചവടത്തിലും പൈസ നിക്ഷേപിക്കാൻ പറ്റൂല എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഹലാലായ കടകൾ നോക്കിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതേപോലെയാണ് ഷെയർ മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതിനെപ്പറ്റി ചർച്ചയല്ല. ഇങ്ങോട്ടോ പൈസ കൊണ്ട് ഇങ്ങോട്ട് എവിടുന്നാടാ പൈസ എനിക്കറിയില്ല, ഞാൻ അതിൽ കൊണ്ടുപോയിക്കണ്, എന്റെ ചങ്ങായി NRFO RGFO കുറെ പേരൊക്കെ പറഞ്ഞിക്കണ്, അതിൽ ഞാൻ കൊണ്ടുപോയി പൈസ ഇട്ടിക്കണ്, എനിക്കെല്ലാ മാസം ഏകദേശം കുഴപ്പമില്ലാത്ത രൂപത്തിൽ 15,000 25,000 വരുന്നുണ്ട്. ഇതിന്റെ ഓഫീസ് എവിടെയാ അറിയില്ല, ഇത് എവിടുന്നാ കിട്ടണ അറിയില്ല, ഇവർ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യണ അതറിയില്ല. പിന്നെ ഓൻ പറഞ്ഞിക്കണ് ഇത് ഡിജിറ്റൽ മണിയാണ്, അത് കടൽ മാർഗം വഴി ഇങ്ങോട്ട് പോണതാണ്, അവിടുന്ന് അയിരുക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്, ഈ പൈസന്റെ കേന്ദ്രം മലേഷ്യയാണ്. അവിടുന്ന് കുറെ ആൾക്കാർ യൂട്യൂബ് കണ്ടില്ലേ, വാട്സപ്പ് കണ്ടില്ലേ, അവിടുന്ന് പൈസ കൊണ്ട് വലിയ ആളായ കണ്ടില്ലേ. ഓലൊക്കെ പ്ലാറ്റിനം ടീമാണ്, ഇവര് സിൽവർ ടീമാണ്, ഇവര് ഗോൾഡ് ടീമാണ്. സോ ഇതും നമ്മുടെ അറിവും നമ്മളുടെ ബന്ധം എന്താ? നമുക്കറിയേണ്ട പ്ലാറ്റിനം ടീം ആരാന്നാണോ, സിൽവർ ടീം ആരാന്നാണോ? അല്ല, ഞാൻ കൊടുക്കണ 5 റുപ്യ എവിടുക്കാ പോണ്. അതുകൊണ്ട് ഏത് കച്ചവടം നടത്തുന്നത് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, മലേഷ്യ അവിടെ നിൽക്കട്ടെ, പെട്രോളിയം ടീമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇന്റെ പൈസ എടുക്കാ പോണ്. അതാരാ ക്രയവിക്രയം നടത്തുന്നത്, അതിൽ എത്ര ശതമാനം കിട്ടുക, അത് എപ്പോഴാ കിട്ടുക, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ നമ്മൾക്കറിയാത്തൊരു മേഖലയിൽ, കൃത്യതല്ലാത്തൊരു മേഖലയിൽ കൊണ്ടുപോയി പൈസ ഇടുക. ഈ പൈസ ഇടുന്നതിൽ വേറെ ചില ആളുകൾ ഇതിന്റെ ഭാഗമായി നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ ആശിപ്പിക്കാനും നമ്മുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്യാനും വേണ്ടി വരിക. എന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ച പൈസ മുഴുവൻ കൊണ്ടുപോയിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ, നമ്മുടെ നാട്ടിൽ എത്ര മനുഷ്യർ ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ താടി വെച്ച നെരിയാണിയുടെ മുകളിൽ ഡ്രസ്സ് ധരിച്ച ആളുകൾക്ക് വരെ, അവർക്ക് വരെ കൊടുത്തിട്ട് ഒന്നും കേസ് പോലും കൊടുക്കാൻ വാലിഡിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ വാല്യൂ ഇല്ലാതെ ഈ നാട്ടിൽ ഞെരുങ്ങി ജീവിക്കുന്നുണ്ട്. അനോല മുന്നിങ്ങനെ വരും, എന്നിട്ട് വന്നിട്ട് പറയും ഇത് പലിശയല്ല, നിങ്ങളൊരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി, പ്രൊഡക്റ്റിന്റെ പൈസയാണ്. നിങ്ങളതിൽ 5 ആളെ ചേർത്താൽ നിങ്ങൾക്ക് ഇവിടെ 3 ആൾക്കാരെ ലാഭം ഉണ്ടാകും, 3 ആൾക്കാരെ ചേർത്താൽ റൈറ്റും ലെഫ്റ്റും ഒന്നായാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകും. ഒരു പണ്ഡിതനോടെങ്കിലും ചോദിക്കണ്ടേ, ഞാൻ എന്റെ വീടുണ്ടാക്കും എന്നോടാണെന്നിട്ട് പറയാൻ, മൗലവി പുതിയൊരു സിസ്റ്റം ഉണ്ട്, കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ പുതിയ വീട് ഇങ്ങനെ ഉണ്ടാക്കുന്ന രൂപമുണ്ട്, യൂട്യൂബ് നോക്കിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് നേരെ പണിക്കാരനെ ഏൽപ്പിക്കില്ല, ഞാൻ ഒരു 5 ആളെങ്കിലും ചോദിക്കും, അറിവുള്ള ഒരാളുടെ എടാ പുതിയൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറയണ്, പറ്റുമോ? അപ്പൊ അദ്ദേഹം പറയും, മൗലവി അത് പറ്റൂലട്ടോ, നമ്മളെ നാടിന് പറ്റൂലട്ടോ, ചൂട് കൂടുതലായിക്കാരം, യൂറോപ്യൻ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ അറിവുണ്ടായിട്ടൊരു കാര്യം ചെയ്യാ, ഇന്റെ ബാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങണ പൈസ വരെ തീരുമാനിക്കണ, ഇന്റെ കുട്ടി കുടിക്കണ മുലപ്പാലിന്റെ ജീവിതത്തിൽ അതുവരെ തീരുമാനിക്കുന്ന എന്റെ സമ്പത്തിൽ ഞാനൊരു കാര്യത്തെ പോയി ചേരുമ്പം എത്ര പണ്ഡിതന്മാരും മൗലവിമാരുണ്ട്, എത്ര ആൾക്കാരുടെ നമ്പറുണ്ട്, ഒന്ന് വിളിച്ചിട്ട് നോക്കി, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഇന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇതിൽ നിക്ഷേപിക്കാൻ ഇന്ന ആൾക്കാർ പറഞ്ഞിട്ട് അത് നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ പോലും ഞങ്ങളെ തയ്യാറാകാത്ത വിധം
ശൈത്വാനിയത്ത്, പണത്തോടുള്ള ഹുബ്ബ് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി. എന്നിട്ട് ചതിക്കന്നെ 10 കൊല്ലം മുമ്പ്, ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, 10 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ പൈസ ഇരട്ടിപ്പിക്കാം, 2 ഭാഗത്തും കൃത്യമായാൽ നിങ്ങൾക്ക് എത്ര റുപ്യ തരാം, നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ ഇത്ര ശതമാനം തരാം എന്ന് പറഞ്ഞ് 10 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന എത്ര കമ്പനി ഇന്നുണ്ട്? ഏതെങ്കിലും ഒരു കമ്പനി ഇന്നുണ്ടോ? ഇല്ല. 2163 കോടിയാണ് കഴിഞ്ഞ 2 മാസം മുന്നേ പൂട്ടിപ്പോയൊരു കമ്പനിക്ക് ഈ നാട്ടിൽ നിന്ന് അടിച്ചെടുത്ത് മാറ്റി. 2163 കോടി. 1 കോടി എന്ന 100 ലക്ഷമാണ്. 100 ലക്ഷം. ഒരു പള്ളി 30 ലക്ഷം കൊണ്ട് ഉണ്ടാക്ക കൂട്ടരെ. 1 കോടി എന്ന 100 ലക്ഷല്ലേ? 2163 കോടി. ഏത് കോടതി പോയിട്ടാണ് കേസെടുക്കുക? ഒരു കോടതിയിലും കേസെടുക്കൂല. കാരണം നിയമവിരുദ്ധമായിട്ടാണ് മഹാഭൂരിപക്ഷവും നിലനിൽക്കുന്നതും പൈസ വാങ്ങണവും. നമ്മളെ മനസ്സിൽ ശൈത്താൻ അങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യാറിയോ? ആൾക്കാരെയൊക്കെ ഇങ്ങനെ വാങ്ങുക, കോടി പൈസക്ക് വാങ്ങുക. എന്നിട്ട് ആദ്യത്തെ ഒരു 10-500 ആൾക്കാർക്ക് അതിന്റെ ഓഹരി കൊടുക്കുക. ബാക്കി പൈസ കൊണ്ട് വേറൊരു നാട്ടിൽ അപ്പോഴേക്കും ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ഇവരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു 4-5 മാസം എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 8 മാസം കൊടുക്കുമ്പോഴേക്കും മറ്റൊരു രാജ്യത്ത് താമസിക്കാനുള്ള ഭൂമിയും വാങ്ങി, അവിടെ വിസയും വാങ്ങി, അവിടെ വീടും വാങ്ങി, ഒരാഴ്ച രാമായണം ഇവിടുന്ന് പോകുക. ഈ നാട്ടിലത്തെ മനുഷ്യന്മാർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം കടല്ല, ഓൺലൈനിലെ മോട്ടിവേഷൻ കോച്ച് എന്താ ഇതുമില്ല, അതുവരെ DP ആക്കിയിരുന്ന കോട്ടിട്ടാലെ ടയ്യുമില്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേക്കണിന് മുന്നേ എഴുന്നേക്കണം. എല്ലാം പറഞ്ഞൊരൊറ്റ മനുഷ്യല്ല. ഈ നാട് വിട്ട് കോടികൾ കൊണ്ട് മറ്റൊരു നാട്ടിൽ ഭൂമി വാങ്ങി അവിടെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുന്നു. ഇനി അടുത്ത കൊല്ലം ഈ നാട്ടിൽ കൂടെ ആള് വരുമ്പം നമ്മളെ കീശീന്ന് നമ്മുടെ മക്കളെ കെട്ടിക്കാനും നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കിച്ച പൈസ അവർക്ക് വീണ്ടും കൊടുത്ത് പറ്റിക്കപ്പെടാൻ ഇനിയും നമ്മുടെ ജീവിതം ബാക്കിയാക്കി മാറ്റുന്നു. സങ്കടത്തിലാ കൂട്ടരെ സംസാരിക്കുന്നത്. സങ്കടത്തിൽ എത്ര അധ്വാനിച്ചിട്ട് നമ്മളെ ബാപ്പാരൊക്കെ നയിച്ചുണ്ടാക്കിയ പറമ്പ് ഒരധ്വാനമല്ലാതെ കണ്ണ് കണ്ട ആൾക്കാർക്ക് എഴുതി കൊടുക്കുക. എന്താ അറിയോ? ഇതേപോലെ വരും. നമ്മൾ ഒരു കാര്യം, പുതിയ കാലത്തെ ബിസിനസ് എന്താ അറിയോ? പുതിയ കാലത്തെ ബിസിനസ് ആത്മീയ നേതാക്കന്മാരെ മുന്നിൽ നിർത്തുക. ലളിതമായിട്ട് വരാൻ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഈ നാട്ടിലത്തെ മുസ്ലിമീങ്ങളെ കിട്ടണമെങ്കിൽ എന്താ മുസ്ലിമീങ്ങളെ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടി? ഏതെങ്കിലും മൗലവി കുറച്ച് താടിയൊക്കെയുള്ള 5 വക്ത് നിസ്കരിക്കേണ്ട മൗലവിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ ഭാഗമാക്കുക. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുക. ഇദ്ദേഹം ചേർന്നിട്ടുണ്ട്, ഇദ്ദേഹം മൗലാനയാണ്, ഇദ്ദേഹം പണ്ഡിതനാണ്, ഇദ്ദേഹം ചേർന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും AC ഹാൾക്ക് വിളിക്കുക. കോട്ടിട്ട 4 ആൾക്കാരോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിര്യാണ്ട മുകളിൽ പേന്റൊക്കെ ഇട്ട ആൾക്കാര് ബാക്കിൽ ഒരു 4-5 സർട്ടിഫിക്കറ്റ് വെക്കും. ഒന്ന് UAE സർട്ടിഫിക്കറ്റ്, ഒന്ന് സൗദി അറേബ്യന്റെ സർട്ടിഫിക്കറ്റ്, ഒന്ന് ഒമാന്റെ സർട്ടിഫിക്കറ്റ്, 5-8 സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മളെ വിളിക്കുക. എന്നിട്ട് അവിടുന്ന് ക്ലാസ് എടുക്കുക. ഒന്നാമത്തെ 15 മിനിറ്റ് എന്തായിരിക്കും അറിയോ? 15 മിനിറ്റ് ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിച്ചാലേ നന്നാകൂ. അതാണ് ചതിന്റെ ഒന്നാമത്തെ ഭാഗം. ഹറാമായ പൈസയുമായി ജീവിച്ചാൽ നരകം കിട്ടും. ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈമാൻ കയറി. പടച്ചോൻ ഇതാ ടീമല്ലോ, ഈമാനുള്ള ടീമാട്ടോ. അതിന്റെ ഇടയ്ക്ക് 11:15 വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോ എല്ലാവരോടും മൈക്കി കൂടെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം കേട്ടോ. അപ്പൊ ഈമാൻ ഒന്നും കൂടി കയറി. അങ്ങനെ തെക്കുവന്റെ ടീമാണ്, ഓര് ചതിക്കൂല. 12:30 ബാങ്ക് കൊടുക്കുമ്പോ അതുവരെ പോയിന്റ് ഇട്ട് ക്ലിപ്പിട്ട് പറഞ്ഞോൻ ഉണ്ടാക്കും. ബാങ്ക് കൊടുക്കുമ്പം സൈലന്റ് ആകലാണ് പ്രവാചക ചര്യ. അപ്പൊ ഈമാൻ ഒന്നും കൂടി കയറി. ബാങ്ക് കൊടുത്തിട്ട് 10 മിനിറ്റ് ഉണ്ട്. ഇനി ജമാഅത്തിന് ശേഷമായിരിക്കും നമ്മുടെ ബാക്കി ക്ലാസ്. ദൂരെ നിന്ന് വന്ന ആളുകൾക്ക് ജംഉം കസറുമാക്കാം. അപ്പൊ ഏതോ ഒരു തൗഹീദി സമ്മേളനത്തിന് പോയ ലുക്കായി. പിന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഇതാണ് ചതിയുടെ ഒന്നാം ഭാഗം. ഈ അങ്ങാടിയിലെ 15, 20, 35 കൊല്ലമായിട്ട് ഹോട്ടൽ നടത്തുന്നവരുണ്ട്, പലചരക്ക് വീട് നടത്തുന്നവരുണ്ട്, ടെക്സ്റ്റൈൽസ് നടത്തുന്നവരുണ്ട്. ഈ നാട്ടിൽ ഓരോ ബിസിനസ്സാണ് ചോദിച്ചുകൊണ്ട് ഓലെങ്ങനെ 35 കൊല്ലം അല്ല പറഞ്ഞ പോലെ എങ്ങനെ ജീവിക്കും? ചിലപ്പോ ലാഭം ഉണ്ടാവും, ചിലപ്പോ നഷ്ടം ഉണ്ടാകും. അതിൽ തൃപ്തിപ്പെട്ട് ചിലപ്പോ അള്ളാഹു ഒരുപാട് കൊടുക്കും, ചിലപ്പോ കൊറോണ ടൈമിൽ ഒന്ന് താഴും. സാരല്ല, പടച്ചോൻ തന്നതല്ലേ. അങ്ങനെ അള്ള വെച്ച മിതത്വത്തിൽ ജീവിക്കുന്ന ആൾക്കാര് ഈ നാട്ടിൽ കോടീശ്വരന്മാരാകും, രക്ഷപ്രഭുക്കളാകും. ചിലപ്പം നഷ്ടം പറ്റും. പക്ഷെ 10, 25, 35 കൊല്ലോർക്ക് ജീവിക്കാൻ കഴിയും നാട്ടില്. ഈ നാട്ടിൽ ഇങ്ങനെ പറ്റിച്ച് ജീവിച്ച എത്ര കമ്പനി ഇപ്പണ്ട് കൂട്ടരെ. ഇന്ന് പറയുന്ന ഏത് കമ്പനി എടുക്കും, ഏത് കമ്പനി
കോട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് അവനാന്റെ വീഡിയോയും ബാക്കിൽ BGM മുട്ടാണ്ട് കാറിൽ പോണത് ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് സ്റ്റാറ്റസ് ആക്കുന്ന ടീമില്ലേ, അവർ പറയുന്ന ഓരോ ന്യായം വെള്ള പേപ്പറിൽ എഴുതുക. പൂട്ടിപ്പോയ കഴിഞ്ഞുപോയ 100 കമ്പനി പറയുന്ന അന്ന് പറഞ്ഞിരുന്ന കാരണം എഴുതിയേക്ക. സമാസമായിരിക്കും, ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ പറയണോ ഇംഗ്ലീഷ് ചരിച്ചു പറയുണ്ടാവും, ഇംഗ്ലീഷ് ചരിച്ചോ. ഇത് പറയുന്നത് അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നഷ്ടപ്പെടുക മാത്രല്ല, പടച്ചോൻ ഇഷ്ടല്ലാത്ത മാർഗത്തിൽ കൂടിയാണ് പോയതെന്ന് പറഞ്ഞാൽ ആ പൈസ കൊണ്ട് ഉംറയ്ക്കും ഹജ്ജിനും പോയിക്കൂടെ എന്നെ കൂട്ടരെ? ആ പൈസ കൊണ്ട് ഈ സാധുക്കളായ മനുഷ്യന്മാർക്ക് വീടില്ലാത്തവർക്ക് വീട് കയറ്റി കൊടുത്തുകൂടേനോ? അതുകൊണ്ട് പള്ളിയിൽ നിക്കാസല്ലാത്ത ഭാഗത്ത് പള്ളിക്ക് വേണ്ടി 5 സെന്റ് കൊടുത്തുകൂടേനോ? മരിക്കുന്നത് വരെ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കൂലിട്ടൂലായിരുന്നോ? ആർത്തി കൊണ്ട് ശൈത്വാനിയത്ത് ബാധിക്കാൻ കുറെ മനുഷ്യന്മാരെ പറ്റിക്ക സങ്കടം കൊണ്ടാണ്. വീണ്ടും പറയാം, നമ്മളതിൽ പെടരുത്, ചതിയിൽ പെടരുത്. മോഹവലയമാണ്. അതിൽ ചേർന്ന് 4-5 ആൾക്കാർക്ക് എന്ത് ചെയ്യാ രസങ്ങളെ? ഇവിടുന്ന് ദുബായിക്ക് ട്രിപ്പ് ഫാമിലി സൈതെന്ന് കൊടുക്കും, എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇങ്ങനെ ആക്കും. ഇവിടുന്ന് ദുബായിക്ക് ടിക്കറ്റ് കുറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ ആകെ 50,000 റുപ്യ അവിടെ നിന്നാൽ തന്നെ വരുള്ളൂ. ആകെ 50,000 റുപ്യക്ക് ഒരാളെ കൊണ്ടുപോയാൽ ഇവിടെ 50 കോടി നിക്ഷേപിക്കാനുള്ള പൊക്കയാണത്. ഓനെ കൊണ്ടയിലേ, ഓൻ മിഞ്ഞാന്ന് ചേർന്നിട്ടുള്ളൂ. 3-ാം ദിവസമായപ്പോ അതിന് ടാർജറ്റ് പൂർത്തിയാക്കി. ഇപ്പൊ മലേഷ്യയിലാണ്. ഇങ്ങനെ നിന്നോ? നമ്മളെ മനസ്സിലിങ്ങനെ ഇടുക, എന്നിട്ട് നമ്മളെ മനസ്സിലിങ്ങനെ കുത്തുക. എന്ത് ഇങ്ങനെ പോയാ എവിടുക്കാടാ എത്തുക? ഇങ്ങനെയൊക്കെ ആയ എന്താകുക? ഈ നാട്ടിലുള്ള ഓരോ വാപ്പാട് വെച്ചോക്കെ എങ്ങനെ മക്കളെ കെട്ടിച്ച് അങ്ങനെ തന്നെ കെട്ടിച്ചാ മതി. ഹലാലായ മാർഗത്തിൽ അള്ളാഹ് ബറക്കത്താണ് തരും. അവിടെ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ചേർന്നതിന്റെ മുമ്പ് പണ്ഡിതന്മാരോട് ചോദിക്കുക. അൽ അജലത്തു മിനശ് ശൈത്വാൻ, ധൃതി കാണിച്ച് ഏതെങ്കിലും ഒരു സംരംഭത്തിൽ ചോദിക്കാൻ പോലും നിൽക്കാതെ. കാരണം ബാക്കിൽ ഇങ്ങനെ വേണം, ഇപ്പോൾ 30 മിനിറ്റിനുള്ളിൽ ചേർന്നാൽ നിങ്ങൾക്ക് പകുതി രക്ഷൻ. അപ്പൊ ഇങ്ങനെ നെഞ്ചിൽ ബേജാറായി, പടച്ചോനെതെങ്ങാൻ ഇപ്പൊ ഈ 30 മിനിറ്റിന് കഴിഞ്ഞ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്കെങ്ങാൻ ഇറങ്ങിയാൽ ഈ ഓഫർ കിട്ടൂലേ, ബേജാറാക്കുക. അൽ അജലത്തു മിനശ് ശൈത്വാൻ, ശൈത്വാൻ ആണ് ധൃതിപ്പെടുത്താൻ വേണ്ടി നമ്മളെ കൂടെ ഉണ്ടാവുക. സഹോദരങ്ങളെ, പറഞ്ഞത് 4 കാര്യങ്ങൾ ഒരു ഷെയർ കച്ചവടത്തിൽ ഉണ്ടാകണം. ഒന്ന്, അല്ലാഹ് ഹലാലാക്കിയ മാർഗത്തിലാകണം. രണ്ടാമത്തേത്, ലാഭത്തിലും നഷ്ടത്തിലും മൂലധനത്തിനടക്കം പങ്കുണ്ടാകണം. മൂന്നാമത്തേത്, കൃത്യമായ ഇത്രയാണ് ലാഭം എന്ന് എഴുതിയിട്ടല്ല, അത് തെറ്റാണ്, പലിശയുമായി സാമ്യമാണ്, മറിച്ച് ഇത്ര ശതമാനം ലാഭം എന്നാണ് പറയേണ്ടത്. നാലാമത്തേത്, വ്യക്തതയുണ്ടാകണം. എനിക്ക് കിട്ടുന്ന പൈസ ഇവിടുന്നാണ്, ഇതിന്റെ ഓഫീസ് അവിടെയാണ്, ഇവിടുന്നാണ്, ഇവൻ ചേർന്നതാണ്, ഓൻ ചേർന്നതാണ് അല്ല, എനിക്ക് ധാരണ ഉണ്ടാകണം. ഈ 4 എണ്ണവും ഉണ്ടായെങ്കിലേ പടച്ചവന്റെ തൃപ്തി അതിലുണ്ടാകുള്ളൂ. പ്രവാചകന്റെ ഹദീസ്, വഇൻ കതമാ വകദബ വകദബ, ഒരാൾ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഔങ്ങി മറച്ചു വെച്ചു, കള്ളത്തരത്തിൽ കൂടെ ആൾക്കാരേക്ക് പൈസ ഉണ്ടാക്കി, മുഹിഖത്ത് ബറകത്തു ബൈഇഹിമാ, അവിടെ കച്ചവടത്തിൽ പടച്ചോന്റെ ബറക്കത്ത് അല്ലാഹ് എടുത്തു മാറ്റും. പൈസ എങ്ങനെ ഉണ്ടാകും? പക്ഷെ മുങ്ങുമവൻ, തകരുമവൻ, പൊളിയുമവൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജപ്തി വരും അവന്റെ ജീവിതത്തിൽ, കുടുംബം അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു സമയത്ത് നമ്മൾക്ക് സൂചിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതിയ കാലഘട്ടത്ത് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പിന്നീട് സൂചിപ്പിക്കാവുന്നതാണ്. ഇതിൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്ന ചുരുക്കം ഈ ഒരൊറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാൻ. നമ്മൾക്ക് മനസ്സിൽ ശൈത്വാൻ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾക്കൊരു ജാഗ്രതയുണ്ടാകണം. തന്ന പൈസ അടക്കം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയോ ഹറാമുക്ക് പോണ അവസ്ഥ ഉണ്ടാകരുത്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മകനോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഈ വാചകം നമ്മുടെ നെഞ്ചത്തുണ്ടാകണം. ഇതാണ് ഇതിനൊക്കെ പരിഹാരം. നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂടെ നമ്മളെ മക്കളുണ്ടെങ്കിൽ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. എന്താ വാക്കേണ്ടറിയോ? യാ ബനിയ, എന്റെ പ്രിയപ്പെട്ട മോനെ, ഇതാ ത്വലബ്ത അൽ ഗിന, എടാ പൈസ ഉണ്ടാകണം, വീടുണ്ടാകണം, കാറുണ്ടാകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക. ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ല, ഒക്കെ ആഗ്രഹിക്കുക.
അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അതിനധ്വാനിക്കുമ്പോഴും ഫതുലബുഹു അൽ ഖനാഅ, അല്ല തന്നതിൽ തൃപ്തിപ്പെടാൻ കൂടി അള്ളാഹിനോട് ചോദിക്കണം. ഞാൻ വലിയൊരു വണ്ടി വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഇതിനു വേണ്ടി കച്ചവടം ചെയ്യുന്നു. തൽക്കാലം ഇപ്പൊ അല്ല തന്ന വണ്ടില്ലേ, ആ വണ്ടി എന്താണോ അല്ല തരുന്നത്, ഞാൻ അധ്വാനിക്കുമ്പോഴും പരിശ്രമിക്കുമ്പോഴും അല്ല തരുന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുകൂടി സമ്പത്ത് ചോദിക്കുമ്പോൾ ചോദിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ? അല്ലെങ്കിൽ ഫഇന്നഹാ മാലുൽ ലാ യൻഫദ്, അതാണടാ നമ്മളേക്കൊന്ന് വേർപിരിയാത്ത പൈസ. തൃപ്തിപ്പെട്ട ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് സമ്പത്ത് ഉപകാരപ്പെടുക. വഇയ്യാക വത്തമ, ആർത്തി ശ്രദ്ധിക്കണം, ആർത്തി ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥം ഞാൻ ആവർത്തിക്കുന്നു, സമ്പത്ത് നന്നായി ഉണ്ടാക്കണം, കഠിനാധ്വാനം ചെയ്തോളി. കാരണം അതുണ്ടെങ്കിലേ സ്വതക്ക നടക്കുള്ളൂ, നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ മക്കൾക്ക് പഠനത്തിന് കഴിയുള്ളൂ. അൽഹംദുലില്ലാഹ്, നന്നായി അധ്വാനിക്കണം. പക്ഷെ അതോടൊപ്പം അല്ല തന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാകണം. ആർത്തി ഉണ്ടാകരുത്. ആർത്തിണ്ടായാൽ അദ്ദേഹത്തിന്റെ വാക്ക് വഇയ്യാക വത്തമ ഫഇന്നഹു ഫഖറുൻ ഹാളിർ, അതാണടാ ശരിക്ക് ദാരിദ്ര്യം. ആർത്തിയാണ് ദാരിദ്ര്യം. പാന്റ് ഇൻസൈഡ് ചെയ്യും, ഉള്ളിങ്ങനെ ചൂടും പുകെടുക്കും. എന്തേ കാരണം? ഒന്നുമില്ല, കമ്പനി പോരാ, സാധനം ഇട്ട തോന്നിങ്ങട്ടൊരു ഗമ തോന്നുന്നില്ല. വണ്ടിപ്പോ ഒരു 6 മാസമായി, ഞാൻ പത്രക്കാഴ്ചക്ക് മാറ്റാനായില്ലേ, ഓനൊരു സമാധാനമല്ല. അപ്പുറത്തുണ്ടാവും ഓട്ടോറിക്ഷയിൽ പോയാൻ പെണ്ണുങ്ങളെ ഫാത്തിമ, മകന്റെ മുബീന്, മകളെ പേര് റാഷിദ, ബാക്കിൽ എഴുതിയാണ്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പെണ്ണുങ്ങളും കുട്ടികളും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ സുഖമായിട്ട് പോകും. ഇപ്പം കാറില് BMW നിന്നാണ്ട് പെണ്ണുങ്ങളും ഓനും തമ്മിൽ കച്ചറ. എന്തത് മാറ്റാനായിട്ട് എന്റെ പാപ്പ എന്താ ഒന്നും തരാത്ത്? കച്ചറ. ഇതാണ് ഫഖർ എന്ന് പറഞ്ഞാൽ. ശരിക്ക് ദാരിദ്ര്യം. AC ഉണ്ട്, ചൂടെടുക്കുക, 2 നിലണ്ട്, സമാധാനം ഉണ്ടാകാതെ അയിമക്ക് പോകരുത്. യുവാക്കളെ, നാട്ടിൽ നടക്കുന്ന എല്ലാ സംഗതികളിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്ക് സമ്പത്ത് നിക്ഷേപിക്കാൻ ഒരു ജോലി കയറുമ്പോഴോ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക. എന്നിട്ട് ധൃതി പിടിക്കാതിരിക്കുക. ധൃതി ഇല്ലാതിരുന്നാൽ തന്നെ നമ്മളെ ഹലാലിലേക്ക് എത്തിക്കാൻ കഴിയും. അവസാനത്തെ വാക്ക് അൽ ഖനാഅ, തൃപ്തിയാണ്. അല്ല തന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടായ അൽ ഖനാഅത്തു മാലുൻ ലാ നുഫാദു ലഹു, അതാണ് ഉപകാരപ്പെടുന്ന പൈസ ഉണ്ടാകുക കുട്ടികൾക്കും മക്കൾക്കും കുടുംബത്തിനും. അതാണ് നമ്മളെ വേർപിരിയാത്ത പൈസ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിവില്ലായ്മ മൂലമോ പഠനത്തിന്റെ കുറവ് മൂലമോ ഞങ്ങളുടെ സമ്പത്തിൽ ഹറാമായ പല സമ്പാദ്യങ്ങളും ചെറുതോ വലുതോ ആയ രൂപത്തിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറുവാനുള്ള ഈമാനും പൂർണ്ണമായ ശുദ്ധിയോടുകൂടി നിന്നെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ നൽകിയ സമ്പത്തിൽ തൃപ്തിപ്പെടാനുള്ള നല്ല മനസ്സ് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ആർത്തിയോടുകൂടി ജീവിച്ച് ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഒരുപാട് നോക്കിയവരും സഹായിച്ചവരും നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്തും വർധനവും ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെടുന്ന, നമ്മുടെ നാടിന്റെ പുറം ഭാഗത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ എല്ലാവർക്കും നാഥ സമാധാനവും സന്തോഷവും കുടുംബസമേതം സ്വർഗവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا رحمن.